പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ദേവിയുടെ ചൈതന്യം കുണ്ടലിനി ശക്തിയായി നമ്മളുടെ ചക്രങ്ങളിലൂടെ മുകളിലേക്ക് സഞ്ചരിക്കുകയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വര ത്രയങ്ങളുടെ ശക്തിയായി സഹസ്രാര പത്മത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. മൂല എന്നാൽ മുൻപും പറഞ്ഞതാണ്. മൂല എന്നാൽ നമ്മളുടെ എനർജി ഫോഴ്സ് ഉണ്ടാകുന്ന സ്ഥലം, ബിന്ദു, ഫ്ലോ ഓഫ് എനർജി. അത് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്താണ് റീസൺ. മൂലം എന്നാൽ കാരണം എന്നുള്ള അർത്ഥം. അപ്പോൾ നമ്മളുടെ ഡിവൈൻ റീസണായി, സ്പിരിച്വൽ എനർജി ഫോഴ്സായി, പോയിന്റായി മൂലാധാരത്തിൽ നിന്നും ഇപ്പോൾ അമ്മയുടെ ചൈതന്യം, ദേവി ചൈതന്യം പുറപ്പെട്ടു കഴിഞ്ഞു. എങ്ങോട്ടേക്കാണത്? ഏകീകരിക്കുന്ന ഒരു നിമിഷം, ഒരു ഇടമാണ്. അപ്പോ ഏകീകരിക്കുന്ന നിലയ എന്നാൽ ഹോം, ഡ്വെല്ലിംഗ്, അതായത് അബോർഡ് എന്ന് പറയുന്ന ആത്മീയ ചൈതന്യം വസിക്കുന്ന ഇടമായി മാറുന്നു നമ്മളുടെ ചക്രങ്ങൾ, നമ്മളുടെ മനസ്സ്, ശരീരം എന്നിവ. ബ്രഹ്മ എന്നാൽ ബൃഹ് എന്നൊരു വാക്കിൽ നിന്നാണ് ബ്രഹ്മ എന്ന വാക്കിന്റെ ഉദ്ഭവം. അതായത് എന്തെന്നാണോ വികസിപ്പിക്കുന്നത്, വികാസം കൊള്ളുന്നത്, വളർച്ചയിലേക്കും സൃഷ്ടിയിലേക്കും നയിക്കുന്നത്, പ്രജാപതിയായി മാറുന്നത്, അത് ബ്രഹ്മ. അപ്പൊ ആ ബ്രഹ്മ എന്ന ഗ്രന്ഥി നമ്മളുടെ ഉള്ളിലുള്ള ഒരു നോട്ട്, KNOT, നമ്മൾ കെട്ട് എന്ന് പറയില്ലേ, അരക്കെട്ട്, കഫക്കെട്ട്. അപ്പൊ ആ കെട്ട് എന്ന് ഉത്ഭവിക്കുന്നത് ഒരു കുരുക്ക് നമ്മളുടെ ഉള്ളിലുണ്ട്. പ്രകടമായി ഫിസിക്കലി ഉള്ളതല്ല, ചക്രങ്ങൾക്കിടയിലുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ബ്രഹ്മഗ്രന്ഥി എന്നാണ്. അതായത് മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങൾക്കിടയിലുള്ള ആ ഒരു കെട്ടുണ്ട്. ആ കെട്ട് നമ്മളുടെ ഭൗതിക വസ്തുക്കളോടും സുഖങ്ങളോടുമുള്ള ആസക്തിയാണ്, ആഗ്രഹമല്ല. ആഗ്രഹം പോയ പിന്നെ നമ്മളില്ല. ആസക്തിയുടെ കെട്ടാണ്. ആ കെട്ട് ഭയമായി മാറുന്നു, അരക്ഷിതാവസ്ഥയും ഉണ്ടാക്കുന്നു. ആ കെട്ടിനെയാണ് ഇവിടെ പൊട്ടിക്കുന്നത്. അപ്പൊ ആ ബ്രഹ്മഗ്രന്ഥിയെ വിഭേദിക്കും, ബ്രേക്ക് ചെയ്യും. പൊട്ടിച്ചുകൊണ്ട് അമ്മയുടെ ചൈതന്യം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു. മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി. മണിപൂര ചക്രം അഗ്നിയുടെ ചക്രമാണ്. അഗ്നിയുടെ ചക്രം അന്തരുദിത, ചക്രത്തിനുള്ളിൽ അന്തസത്തയായി കുടികൊള്ളുന്ന അമ്മ ഉദിച്ചുയരുന്നു. അതാണ് രുദിത, പ്രവഹിക്കാൻ തുടങ്ങുന്നു. ജഡരാഗ്നിയുടെ തത്വം ഉൾക്കൊണ്ട് അമ്മയുടെ ചൈതന്യം ഇപ്പോൾ എന്തായി മാറുന്നു? വിഷ്ണു സ്വരൂപമായി മാറുന്നു. വിഷ് എന്നാൽ വ്യാപിക്കുന്നത്, സർവ്വതിലും വ്യാപിക്കുന്ന, അധിവസിക്കുന്ന, പ്രവേശിക്കുന്നതെന്തോ അത് വിഷ്ണു. സർവവ്യാപിയായവൻ വിഷ്ണു. അതാണ് ഇവിടെ വിഷ്ണു എന്നുള്ള പദം. അപ്പോൾ നമ്മളുടെ അഹങ്കാരവും അധികാരമോഹത്തിന്റെയും ആസക്തി ഉൾക്കൊള്ളുന്ന പോയിന്റാണ് ഇവിടെ ഈ ചക്രം, മണിപൂരകം. അപ്പൊ ഈ ചക്രത്തിന് മുകളിലായി, അനാഹത ചക്രത്തിനും താഴെയായി, ഇതിനിടയിലായിട്ടാണ് ഈ ശക്തി പ്രവാഹം സംഭവിക്കുന്നത്, നോട്ട്. ഈ കെട്ട് അമ്മ പൊട്ടിക്കും, അമ്മയുടെ ചൈതന്യം കുണ്ടലിനി ശക്തിയായി. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഡീപ്പ് സ്പിരിച്വൽ നോളജ്, പവർ ഉണ്ടാകും. അതാണ് ആഴത്തിലുള്ള ആത്മീയ അനുഭവവും ആത്മീയ പുരോഗതിയും ഉണ്ടാക്കുന്ന ശക്തിയാണ് വിഷ്ണു ഗ്രന്ഥി വിഭേദിനി. വിഷ്ണു ഗ്രന്ഥിയും വിഭേദിച്ചുകൊണ്ട് ആ ദേവീ ചൈതന്യം, അമ്മ നമ്മളുടെ ഉള്ളിൽ കുടികൊള്ളുകയാണ്. ഇതാണ് വരി. മൂലാധാരൈക നിലയാ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി. ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.